നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ചിലപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവർത്തന വിരസമായി തോന്നാം. എങ്കിലും കുഴപ്പമില്ല, ഒരു കാര്യം പറയാതെ വയ്യ. നമ്മൾ അതായത് ജയിപ്പിച്ച ജനങ്ങളോട്, ആരാണ് ജയിച്ച് ആ ജനപ്രതിനിധിക്ക് ഈ ജനങ്ങളോട് കടപ്പാടോ പ്രതിബദ്ധതയോ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ രാജിവെക്കുക തന്നെ വേണം. അത് യാതൊരു സംശയമില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായാലും. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് നടക്കുന്ന ചില അജഗീയരാവണന്മാരായ ചില ആളുകളുണ്ട്. ചില സമയങ്ങളിൽ അവർ ക്ഷേത്ര ഭാരവാഹികളായും, ചില സമയങ്ങളിൽ സാമൂഹിക സംഘടനാ നേതാക്കന്മാരായും, ചില സമയങ്ങളിൽ പൊതുപ്രവർത്തകരായി നടക്കുന്ന ചില അജഗീയരാവണന്മാരായ ചില ആളുകളുണ്ട്. ഞങ്ങളാണ് പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില അജഗീയരാവണന്മാർ. അവരുടെ വിചാരം അവരാണ് വലിയ ആളുകൾ. അവർ ഇല്ലെങ്കിൽ ഈ സമൂഹത്തിലൊന്നും നടക്കില്ല. അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടേ കാര്യങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ചില അജഗീയരാവണന്മാരായ ചില ആളുകളുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ചില സമയങ്ങളിൽ ക്ഷേത്ര ഭാരവാഹികളായും, ചില സമയങ്ങളിൽ അവർ സാമൂഹ്യ സംഘടനാ നേതാക്കന്മാരായും നടക്കുന്ന ചില ആളുകളുണ്ട്. ചില അജഗീയരാവണന്മാരുണ്ട്. അവർക്കും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ അവർ യോഗ്യതയുള്ള ആളല്ല. അവർ ഈ പൊതുപ്രവർത്തനം നിർത്തുകയാണ് വേണ്ടത്. ഒരു കാര്യം അറിയില്ല എന്ന് ചില ആളുകളുണ്ട്. അച്ചടിച്ച ഭാഷ പോലെ, തേച്ച് അലക്കി അച്ചടിച്ച പോലെ സംസാരിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. ചില അജഗീയരാവണന്മാരാണ് അവർ അജഗീയരാവണന്മാരെ തന്നെയാണ്. അവരുടെ വിചാരം എന്താ അറിയൂ? അവരാണ് വലിയ ആളുകൾ. ഞങ്ങളവിടുത്തെ സമൂഹത്തിൽ വലിയ ആളുകൾ. ഞങ്ങളോടാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. ഞങ്ങളോട് പറഞ്ഞ് മാത്രമേ എല്ലാ കാര്യം നടത്താൻ പാടുള്ളൂ എന്ന് വിചാരിച്ച് നടക്കുന്ന ചില അജഗീയരാവണന്മാരെ ചില ആളുകളുണ്ട്. അവരും ഈ സ്ഥാനത്തിരിക്കുക യോഗ്യനല്ല, അല്ലെങ്കിൽ യോഗ്യതയുള്ള ആളല്ല. ഈ പൊതുപ്രവർത്തനം അവർ നിർത്തുക വേണ്ടത്. നാട്ടിൽ നടക്കുന്ന കാര്യം അറിഞ്ഞില്ല നടക്കുന്ന ആളുകളായിരിക്കും. അറിയാതിരിക്കില്ല, അറിഞ്ഞില്ല നടക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. അജഗീയരാവണന്മാർ തന്നെയാണ്. ഇവരാണ് വലിയ സംഭവം. ഞങ്ങളാണ് വലിയ സംഭവം. ഞങ്ങളിവിടുത്തെ പൊതുപ്രവർത്തകർ, ഞങ്ങളിവിടുത്തെ സംഘടന നേതാക്കന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ചില അജഗീയരാവണന്മാരായ ചില ആളുകൾ. അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല, ഇങ്ങനെ ചമഞ്ഞ് നടക്കുന്ന ആളുകളെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നത്. അവർക്ക് ഇവർ ഇങ്ങനെ നടക്കുന്ന യോഗ്യത തന്നെയല്ലെന്നേ. അവർക്ക് ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് പോകുക നല്ലത്. അതിൽ നിർത്തണം അവർ. ഇവർക്കെന്ത് യോഗ്യതയുള്ളത് ഇങ്ങനെ നടക്കാൻ? ഇവരെ വലിയ സംഭവങ്ങൾ. അവർ എന്താ പറയുക, ഒരു പഴഞ്ചൊല്ലുണ്ട്, മൂർത്തിയേക്കാൾ വലിയ എന്താ പറയുക, മൂർത്തിയേക്കാൾ വലിയ ആളുകളാണ് ഞങ്ങളാണ് പറഞ്ഞ നടക്കുന്ന ചില ആളുകൾ. അജഗീയരാവണന്മാർ അവരെല്ലാം. ജനങ്ങളുടെ മുമ്പിൽ വെറും ഷോ കാണിച്ച് നടക്കാൻ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് ഷൈൻ ചെയ്ത് നടക്കാൻ ഇവർക്ക് പറ്റുള്ളൂ. അല്ലാതെ ഒന്നിനും പറ്റില്ല. അവർ വെറും ഷോ കാണിച്ച് നടക്കാൻ മാത്രം പറ്റുള്ളൂ. അതിന് ചില സമയങ്ങളിൽ ഒരു ക്ഷേത്രത്തെ ഭാരവാഹിയായി ചില സമയത്ത് കാണാൻ പറ്റും. ചില സമയത്ത് സാമൂഹിക സംഘടന നേതാക്കന്മാരായിട്ടും ചില സമയത്ത് കാണാൻ പറ്റും. ചില സമയത്ത് പൊതുപ്രവർത്തകരായിട്ടും കാണാൻ പറ്റും. ഈ ഒടിവിദ്യ പോലെ, ഈ ഒടിവിദ്യ പറയില്ലേ, അതുപോലെ ഇവന്മാർ നടക്കുന്നത്. ഈ സമൂഹത്തിൽ ഇതാണ് ഇവർക്ക് യോഗ്യതയില്ലെന്ന്. ഇവർക്ക് ഈ പണിനിർത്ത് ഈ പൊതുപ്രവർത്തകരാണ് പറഞ്ഞ് നടക്കുന്ന നല്ലത്. ഈ പണിനിർത്തുക നല്ലത്.